ഗായ്സ് ഉച്ചയല്ലായപ്പോൾ അമ്മ അടിപൊളി ഫുഡ് ഉണ്ടാക്കി തന്നെ കേട്ടോ. അതൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് നേരെ ഇരുന്നപ്പോഴത്തേക്ക് ഉണ്ണിക്കുട്ടൻ പറഞ്ഞ് നമുക്ക് തല്ലിത്തേങ്ങ എടുത്ത് തല്ലിയാലോ എന്ന് വിചാരിച്ചിട്ട്. തല്ലിത്തേങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തല്ലിത്തേങ്ങ എന്ന സംഭവത്തിന് പറയുന്നത് കേട്ടോ. എന്നാൽ ഒരു പരിപ്പ് കൊടുത്ത സംഭവം വരും, നമ്മുടെ ബദാം പരിപ്പിൻ്റെ കൂട്ടുള്ള. പണ്ടൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ തല്ലി തിന്നിട്ട് കാണുമായിരിക്കും അല്ലേ. എനിക്കൊക്കെ പണ്ടൊക്കെ ഓർമ്മ ഇതൊക്കെ കേട്ടോ, പണ്ടത്തെയൊക്കെ ഓർമ്മകൾ. ഞങ്ങളുടെ സ്കൂളിൽ ഇതുപോലത്തെ തല്ലിത്തേങ്ങ മരം ഉണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ പറയണമെന്ന് ഞങ്ങൾ തല്ലി തിന്നുമായിരുന്നു കേട്ടോ, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടോ. ട്യൂഷന് പോകുന്ന സമയത്തൊക്കെ ഇതൊക്കെ പറക്കണമെന്ന് തല്ലി തിന്നിട്ടൊക്കെ ഉള്ള കാലം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒന്ന് തല്ലിക്കൊണ്ടിരുന്ന പിന്നെ നമ്മുടെ പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. കള്ളിപ്പെണ്ണാണ് ഇവള് കേട്ടോ, ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന പിന്നെ ഞാൻ കഴിഞ്ഞപ്പോഴത്തെ പിന്നെ ഉണ്ണിക്കൂടനും പറഞ്ഞു അവനും കൂടി തല്ലാന്ന് പറഞ്ഞു. അങ്ങനെ അവനും തല്ലി കേട്ടോ. നമ്മുടെ ചുറ്റിയിൽ വെച്ചാൽ തല്ലി കേട്ടോ. കല്ല് നോക്കിയപ്പോൾ കല്ല് കിട്ടിയില്ല, അങ്ങനെ ഞങ്ങൾ ചുറ്റിയിലിട്ട് തല്ലി കേട്ടോ. തല്ലിയപ്പോഴത്തെ ചിലതൊക്കെ അങ്ങ് പൊട്ടി പോകുന്നുണ്ട്, ചിലതൊക്കെ നല്ല മുഴുവനും കിട്ടുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് സംഭവത്തിന് കേട്ടോ. നല്ല തീർന്നപ്പോഴത്തേക്ക് മത്സരം എന്ന് തിന്നാനായിട്ടോ. ഉണ്ണിക്കുട്ടനും ഉണ്ടായിരുന്നു കൂടെ കേട്ടോ. ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ കൊച്ചനും അങ്ങനെ കേട്ടോ. അവനും ഞാനും കൂടി തിന്നോണ്ട് വരുമ്പോഴത്തേ നമ്മുടെ കള്ളിപ്പെണ്ണ് നോക്കിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. പിന്നെ അവക്കും കൂടി കുറച്ചിട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തപ്പോൾ അവള് തിന്നില്ല കേട്ടോ, പക്ഷെ അവൾ സൂക്ഷ്മമായി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ അതിൻ്റെ അനിയത്തി വന്നു കേട്ടോ. അവള് കോളേജ് കഴിഞ്ഞിട്ട് വരും കേട്ടോ. അവൾ വന്നപ്പോഴത്തേക്ക് പിന്നെ അവിടെ പുറയിലല്ല അവള് കേട്ടോ. കള്ളിപ്പെണ്ണ് ഭയങ്കര കുസൃതിയാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് അതുപോലെ കേട്ടോ. എത്ര അടിച്ചോടിച്ചാലും പോകത്തില്ല, ഭയങ്കര സ്നേഹമാണ്. ഏറ്റവും കൂടുതൽ സ്നേഹം ഞങ്ങളുടെ അച്ഛൻ്റെ കൂടെ കേട്ടോ. അച്ഛൻ ഫുഡൊക്കെ വെച്ചിട്ട് ഭയങ്കര കാര്യമാണ് കേട്ടോ. മനുഷ്യനെ സ്നേഹിക്കുന്നതിനെക്കാട്ടി ഇതിനെയൊക്കെ സ്നേഹിക്കുന്നത് നല്ലതാ. മനുഷ്യനാകുമ്പോൾ നമ്മൾ ആഹാരം കൊടുക്കുന്ന നന്ദി പോലും തിരിച്ച് കാണിക്കത്തില്ല, എന്താ തിരിഞ്ഞ് നിന്ന് കുത്തും. ആ സമയത്ത് ഇതുങ്ങളൊക്കെ തിരിഞ്ഞ് നമ്മൾ ആഹാരം കൊടുക്കുന്നതിൻ്റെ നന്ദി എങ്കിലും തിരിച്ച് കാണിക്കും, നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പോലും. ചില മനുഷ്യനെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പോലും കണ്ട ഭാവം പോലും നടിക്കത്തില്ല. ഇതിനെയൊക്കെ സ്നേഹിക്കുന്നതൊക്കെ ഏറ്റവും നല്ലത് കേട്ടോ. അവിടെ പുറകെ നിൽക്കുന്ന നമുക്ക് ഫുഡ് വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് നിൽക്കും കേട്ടോ. അല്ല അവൾ വരുമ്പോൾ വല്ലതൊക്കെ കൊണ്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇന്ന് അവിടെ നല്ല ഏതോ ഫ്രണ്ട്സ് ഇതിൽ ശബരിമലയ്ക്ക് പോയിട്ട് വന്നപ്പോൾ അവർ കൊണ്ടുവന്ന ഉണ്ണിയപ്പം ഇല്ലേ, അങ്ങനെ ഉണ്ണിയപ്പം കൊടുത്തു വിട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് അതിനകത്ത് ശകലം അവക്കൂടി കൊടുത്തു കേട്ടോ. അതാ മേടിച്ച് കഴിക്കുന്നത് കേട്ടോ. അവൾക്ക് അവിടുത്തെ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ഉണ്ണിയപ്പം ഇല്ലേ, അത് ഭയങ്കര പാടില്ല തിന്നാൻ, നല്ല ടേസ്റ്റാണ് സംഭവത്തിന്. അങ്ങനെ അത് പിച്ചിട്ടെടുത്ത് പക്ഷേ അവൾക്ക് തിന്നാൻ പറ്റുന്നില്ല കേട്ടോ. അവൾ ഒത്തിരിയേരം ഇട്ട് ചവച്ച് ലാസ്റ്റ് എനിക്ക് ഒരെണ്ണം കിട്ടി കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കേട്ടോ. ഈ ഉണ്ണിയപ്പം ശബരിമലയിലെ ഉണ്ണിയപ്പം ഭയങ്കര ടേസ്റ്റ് അല്ലേ ഇത് തിന്നാൻ. നമ്മുടെ സാധാ ഉണ്ണിയപ്പം പോലെ അല്ലല്ലോ ഇത്. ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ ഒരാൾ വന്നിട്ട് എപ്പോഴും എൻ്റെ അടുത്ത് പറയട്ടെ എന്നെ വീഡിയോയ്ക്ക് കാണിക്കണേ എന്ന് ഉണ്ണിയപ്പം കൂട്ടം കേട്ടോ. അങ്ങനെ അവൻ ഇടയ്ക്ക് വന്നൊരു ഷോ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ ഇന്ന് ഭയങ്കരമായിട്ട് ചവയ്ക്കുന്നുണ്ട്, ചവച്ചിട്ടും തീരുന്നില്ല കേട്ടോ. അങ്ങനെ അടുത്ത വീട്ടിൽ കാണാവേ, ബൈ.